ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബഡ്ജറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു അനാലിസിസ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വന്ന അറ്റയറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ അന്ന് നമ്മുടെ മിനിസ്റ്റർ വെയർ ചെയ്തിരുന്ന സാരി എന്ന് പറയുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് മധുബാണി സാരിയാണ്. ആ സാരി നിർമ്മിച്ചിരിക്കുന്നത് പത്മശ്രീ അവാർഡ് വിന്നറായ ദുലാരി ദേവിയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിലൊക്കെ ദുലാരി ദേവി എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ ഓർത്തിരിക്കണം, അവർ മധുബാനി എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന്. പിന്നീട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിൽ ഒരു റെഡ് പൗച്ച് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് എന്ന വാക്കിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് തുകൽ സഞ്ചി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിംബോളിക് ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടാബ് ഒരു റെഡ് കളർ പൗച്ചിലാക്കിയിട്ട് അവർ വന്നിട്ടുള്ളത്. കൂടാതെ 2025 ബഡ്ജറ്റ് അവതരണത്തോടു കൂടി തുടർച്ചയായി 8 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയായിട്ട് നമ്മുടെ നിർമ്മല സീതാരാമൻ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. എന്താണ് ബഡ്ജറ്റ് എന്ന് നമുക്കറിയാം. വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബഡ്ജറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പകരം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 112 ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 266. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെൻ്ററി അപ്രൂവൽ ഈസ് റിക്വയർഡ് ടു ഡ്രോ മണി ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതായത് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പാർലമെൻ്ററി അപ്രൂവൽ എടുത്തിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 266 പറഞ്ഞിരിക്കുന്നത്. 2025 യൂണിയൻ ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സബ്കാ വികാസ് എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ ബജറ്റ് 2 പാർട്ടായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ പാർട്ട് എ എക്കണോമിക് ഓവർവ്യൂവും പാർട്ട് ബിയിൽ ടാക്സേഷനുമാണ്. നമുക്ക് പാർട്ട് എയിൽ നിന്ന് തുടങ്ങാം. ഓവർവ്യൂ ഓഫ് എക്കോണമി. ഇതിൽ ആദ്യമേ തന്നെ പറയുന്നത് എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, എ കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ എന്നാണ്. അതായത് രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു നമ്മുടെ ബഡ്ജറ്റിൻ്റെ തീം എന്ന് പറയുന്നത് സബ്കാ വികാസ് ആണ്. അപ്പോൾ ഈ സബ്കാ വികാസ് അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്നത് എന്താണ്? ഭാരതത്തിൻ്റെ വികാസം തന്നെയാണ്. സോ ഒരു ആസ്പിറേഷൻ ടു വികസിത് ഭാരത്, അങ്ങനെ വികസിതമായ ഭാരതം എന്ന ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. ഈ ഒരു 5 മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ് അതിൻ്റെ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത്. പ്രധാനമായിട്ട് പറയുന്നത്, ആദ്യം പറയുന്നത് ഗ്രോത്ത് ആണ്, രണ്ടാമത്തെ കാര്യം ഡെവലപ്മെൻറ്റ്, മൂന്നാമത്തേത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നാലാമത്തെ കാര്യം ഹൗസ് ഹോൾഡ് സെറ്റിൽമെൻ്റ് ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ, അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ എൻഹാൻസ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി 4 വിഭാഗം ആളുകളെയാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഗരീബ്, യൂത്ത്, അന്നദാത, നാരി. അതിൽ ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ, യൂത്ത് യുവാക്കൾ, അന്നദാത എന്ന് പറയുമ്പോൾ കർഷകർ, നാരി നമുക്കറിയാം സ്ത്രീകൾ. നമ്മൾ വികസിത് ഭാരതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വികസിത് ഭാരത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നത് 0 പോവേർട്ടി, 100% ക്വാളിറ്റി ഗുഡ് സ്കൂൾ എഡ്യൂക്കേഷൻ, ആക്സസ് ടു ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ആൻഡ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ, 100% സ്കിൽഡ് ലേബർ വിത്ത് മീനിങ് എംപ്ലോയ്മെൻറ്റ്, 70% വുമൺ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, ഫാമേഴ്സ് മേക്കിംഗ് ഇന്ത്യ ദ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ്. അതിൽ പോവർട്ടി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, 100% ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ നൽകാൻ സാധിക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, 100% സ്കിൽഡ് ലേബേഴ്സിനെ എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വരിക. പിന്നെ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഒരു 70% എങ്കിലും സ്ത്രീകൾ എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് കടന്നു വരിക. പിന്നെ നമ്മുടെ ഇന്ത്യയെ ഒരു ഫുഡ് ബാസ്ക്കറ്റാക്കി മാറ്റുക, അതായത് ഫാമേഴ്സ് കൂടുതൽ ഉന്നമനത്തിലേക്ക് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു വികസിത് ഭാരത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെ ഒരു വികസിത് ഭാരത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടൊരു 6 മേഖലയിലുള്ള ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 5 വർഷം കൊണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലോബലി നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സെക്ടേഴ്സാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് ടാക്സേഷൻ, രണ്ടാമത്തത് പവർ സെക്ടർ, മൂന്നാമത്തത് അർബൻ ഡെവലപ്മെൻറ്റ്, നാലാമത്തത് മൈനിങ്, അഞ്ചാമത്തത് ഫിനാൻഷ്യൽ സെക്ടർ,
ആറാമത്തത് റെഗുലേറ്ററി റീഫോംസ്. അങ്ങനെ 6 ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 6 ഏരിയാസിനെ വീണ്ടും ഒരു 10 ബോർഡ് ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ആൾക്കാരെ തന്നെയാണ്, അതായത് ഗരീബ്, യൂത്ത്, അന്നദാത ആൻഡ് നാരി. ഇനി ഈ പറയുന്ന 10 ഫോക്കസ് ഏരിയ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അഗ്രികൾച്ചർ ഗ്രോത്ത് ആണ്, കാർഷിക മേഖലയിലെ വികാസം. രണ്ടാമത് പറയുന്നത് റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റിലയൻസ്, അതായത് റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തത് ടേക്കിംഗ് എവ്രി വൺ ടുഗെദർ ഓൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത്. നാലാമത്തത് ബൂസ്റ്റിംഗ് മാനുഫാക്ചറിങ്, നമ്മുടെ മാനുഫാക്ചറിങ് കൂട്ടുക. അഞ്ചാമത്തത് സപ്പോർട്ടിങ് MSMEs. അപ്പോൾ MSMEസിന് സപ്പോർട്ട് ചെയ്യുന്നത് വഴി എന്താണ്, കൂടുതൽ ആളുകളെ ബിസിനസ്സിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. എനേബിളിംഗ് എംപ്ലോയ്മെൻറ്റ് ലെഡ് ഡെവലപ്മെൻറ്റ്, അതായത് ജോലി സാധ്യത ഉയർത്തുക. ഇനി ഏഴാമത് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, എക്കണോമി ആൻഡ് ഇന്നോവേഷൻ. എട്ടാമത് പറയുന്നത് സെക്യൂറിംഗ് എനർജി സപ്ലൈസ്. ഒമ്പതാമത് പറയുന്നത് പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട്. പത്താമത് പറയുന്നത് നർച്ചറിങ് ഇന്നോവേഷൻ. അങ്ങനെ 10 ബോർഡ് ഏരിയ ആയിട്ട് ഇത് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഏരിയസിനെയും ഒരു 4 പവർഫുൾ എഞ്ചിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ജേർണി ഓഫ് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബജറ്റിൽ പറയുന്ന ആ 4 പവർഫുൾ എഞ്ചിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് അഗ്രികൾച്ചർ ആണ്, രണ്ടാമത്തത് MSME, മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്, നാലാമത്തത് എക്സ്പോർട്ട്. അങ്ങനെ 4 പവർഫുൾ എഞ്ചിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടാണ് എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഓരോ ഏരിയാസിൻ്റെയും കീഴിൽ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് അഗ്രികൾച്ചർ ഗ്രോത്തും റൂറൽ ഡെവലപ്മെൻറ്റും ആണ്. അതിൻ്റെ കീഴിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 100 ജില്ലകൾ തിരഞ്ഞെടുക്കും. ആ 100 ജില്ലകളെ അഗ്രി ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഏകദേശം 1.7 കോടി കർഷകർക്കാണ് അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി, അതൊരു 5 ഇയർ മിഷനാണ്. 5F എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വേണ്ടിയിട്ട്. പിന്നെ മഖാന ബോർഡ് ഇൻ ബീഹാർ. അപ്പോൾ ഈ ബജറ്റിൽ ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ബീഹാറിന് കുറേ അധികം പദ്ധതികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മഖാന എന്ന് പറയുന്നത് ഒരു റൗണ്ട് കളറിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ബീഹാറിൽ. ഇനി അടുത്തത് നാഷണൽ മിഷൻ ഓൺ ഹൈ ഹീൽഡ് സീഡ്സ്. നമുക്കറിയാം ഹൈ ഹീൽഡ് സീഡ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഹാൻസ്ഡ് KCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. ഇനി അടുത്തത് ആത്മനിർഭർത ഇൻ പൾസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുവർ, ഉറുദ്, മസൂർ എന്ന് പറഞ്ഞ 3 തരം പരിപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും ക്വാളിറ്റിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ റൂറൽ എക്കോണമി. നമുക്കറിയാം റൂറൽ ഏരിയാസിലൊന്നും ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് ഒന്നും അത്ര വന്നിട്ടില്ല, ബാങ്കിങ്ങും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ഇത് ഇമ്പ്രൂവ് ചെയ്യുക, അവർക്ക് അക്കൗണ്ട്സ് എടുക്കാനും EMI, പിന്നെ ക്യാഷ് ഔട്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് യൂസ് ചെയ്യുക. അങ്ങനെ റൂറൽ ഏരിയാസിലെ ജനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അടുത്ത എഞ്ചിൻ നമ്മൾ പറഞ്ഞു MSME ആണ്. അപ്പോൾ MSMEകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മേക്ക് ഇൻ ഇന്ത്യനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ടു മൈക്രോ എൻ്റർപ്രൈസസിന് കൊടുക്കുന്നുണ്ട്. ഏകദേശം 5 ലക്ഷമാണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 10 ലക്ഷം കാർഡുകൾ ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത 5 വർഷത്തേക്ക്. പുതുതായിട്ട് ബിസിനസ് രംഗത്തേക്ക് വരുന്നവർക്കും ഈ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് വുമൺ, SC/ST പീപ്പിൾ. അത് 2 കോടി വരെയാണ് ആദ്യത്തെ ലോൺ കിട്ടുക. 5 ലക്ഷം ആളുകൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത 5 വർഷത്തേക്ക്. അതുപോലെ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സിൽ കൂടുതൽ റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോക്കസിങ് ഓൺ പ്രൊഡക്റ്റ് സ്കീം ഫോർ ഫുഡ് വെയർ ആൻഡ് ലെതർ സെക്ടേഴ്സ്. അതിൽ ഏകദേശം 22 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ 4 ലക്ഷം കോടി എക്സ്പോർട്ട് ഉണ്ടാവുന്ന രീതിയിൽ. പിന്നെ മെഷേഴ്സ് ഫോർ ടോയ് സെക്ടർ. നമുക്ക് എപ്പോഴും അറിയാം ടോയ് നമ്മൾ എടുക്കുമ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്നാണ് നമ്മൾ കാണാറ്. അപ്പോൾ ആ ടോയ് സെക്ടറിനെ ഇന്ത്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ ഫുഡ് പ്രോസസ്സിംഗ്. ഇതിൽ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇനി ഈ ബജറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് റിവിഷൻ ഇൻ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഓഫ് MSME അല്ലെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിലുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടിയും ഏകദേശം ടേൺ ഓവർ 5 കോടിയാണ് വരേണ്ടത്. പക്ഷേ
പുതിയതനുസരിച്ചിട്ട് 2.5 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 10 കോടി ടേൺ ഓവർ ഉള്ള കമ്പനിയെയാണ് മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ട് പറയുന്നത്. ഇനി സ്മോൾ എൻ്റർപ്രൈസ് നേരത്തെ പറഞ്ഞിരുന്നത് 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി ടേൺ ഓവറുമാണ്. പക്ഷേ പുതിയ കണക്കനുസരിച്ച് 25 കോടി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ 100 കോടി ടേൺ ഓവറുള്ള കമ്പനിയെയാണ് സ്മോൾ എൻ്റർപ്രൈസ് ആയി പറയാൻ പോകുന്നത്. ഇനി മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നത് 50 കോടിയും അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 250 കോടിയാണ്. പക്ഷേ റിവൈസ് ചെയ്ത കണക്കനുസരിച്ച് 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 500 കോടി ടേൺ ഓവർ വരെയുള്ള കമ്പനികളെ മീഡിയം എൻ്റർപ്രൈസിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുകളിലുള്ള എല്ലാ കമ്പനിയും ലാർജ് എൻ്റർപ്രൈസ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ MSMEയുടെ കീഴിൽ ഒരുപാട് കമ്പനികൾ വരുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് MSMEസിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് മേഖലയിലുള്ളവർക്ക് ആ പ്രോഗ്രാമൊക്കെ യൂട്ടിലൈസ് ചെയ്യാനും കൂടുതൽ മാനുഫാക്ചറിങ്ങും കൂടുതൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അതൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ MSMEസിനെ റീഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, എക്കണോമി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ കുറേ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അതായത് സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0, എക്സ്പാൻഷൻ കപ്പാസിറ്റി ഓഫ് IITs, അതുപോലെ ഡേ കെയർ ക്യാൻസർ സെൻറ്റേഴ്സ് ഇൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം, അതായത് പ്രൊവൈഡ് ഡിജിറ്റൽ ഫോം ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ബുക്സ് ഫോർ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. പിന്നീട് പറയുന്നത് നാഷണൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിങ്, അത് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അടൽ തിങ്കിങ് ലാബ്സ്, ഏകദേശം 50,000 ലാബ്സ് സെറ്റപ്പ് ഇൻ ഗവൺമെൻറ് സ്കൂൾ ഇൻ നെക്സ്റ്റ് 5 years. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിന് ഏകദേശം 500 കോടി രൂപയാണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ബി പ്രൊവൈഡഡ് ഇൻ ഓൾ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾസ് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ റൂറൽ ഏരിയാസിലെ കണക്ടിവിറ്റി കൂടുന്നതിന് അത് സഹായിക്കും. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഈ വരുന്ന വർഷത്തിനുള്ളിൽ 10,000 സീറ്റും ഇനി വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ 75,000 സീറ്റും കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, എക്കണോമി ആൻഡ് ഇന്നോവേഷൻ, അതിൻ്റെ കീഴിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സപ്പോർട്ട് ടു സ്റ്റേറ്റ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കുകയാണ്, ഏകദേശം 1.5 ലക്ഷം കോടി. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റുകൾക്ക് ഉപയോഗിക്കാം. ഇനി ജൽ ജീവൻ മിഷൻ്റെ കാര്യം പറയുന്നത് 2028 100% കവറേജ് അച്ചീവ് ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇനി പവർ സെക്ടർ റീഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡീഷണൽ ബോറോവിങ് ഓഫ് 0.5% ഓഫ് GSTP ടു സ്റ്റേറ്റ്സ്, അതായത് പവർ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് 0.5% ബോറോവിങ് എടുക്കാനായിട്ട് സ്റ്റേറ്റിന് പറ്റും. അടുത്തത് അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ ഫോർ 2025 to 30, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കുറേ അസറ്റ് ഉണ്ട്, അതൊക്കെ പണമായിട്ട് എടുക്കുക, അതായത് വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അങ്ങനെയൊക്കെ അസറ്റ് മോണിറ്റൈസ് ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവരിക. ഇനി അർബൻ ചാലഞ്ച് ഫണ്ടിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ്, അതായത് അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വാട്ടർ, സാനിറ്റേഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, സിറ്റീസ് വിത്ത് ഗ്രോത്ത് ഹബ്ബ്, അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് മാരിടൈം ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. അതായത് നമ്മൾക്കറിയാലോ മാരിടൈം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകദേശം 25,000 crore ലോങ് ടേം ഫിനാൻസിങ് ആണ്. അതിൽ 49% കോൺട്രിബ്യൂഷൻ ബൈ ദ ഗവൺമെൻറ്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരത്, അതായത് അമെൻമെൻറ്റ് ടു ദ ആറ്റോമിക് എനർജി ആക്ട് ആൻഡ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് വിൽ ബി ടേക്കൺ അപ്പ് ഫോർ ആക്റ്റീവ് പാർട്ട്ണർഷിപ്പ് വിത്ത് പ്രൈവറ്റ് സെക്ടർ. അതായത് പ്രൈവറ്റ് സെക്ടറിൽ പല കമ്പനികൾ വരുമ്പോഴും ഈ ന്യൂക്ലിയർ റിലേറ്റഡ് പ്രൊഡക്റ്റൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ മേലെ കുറേ ബാൻ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബാനൊക്കെ റിമൂവ് ചെയ്യുന്നതിനുള്ളൊരു ആക്റ്റാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, അതായത് ന്യൂക്ലിയർ ഡാമേജ് ആക്ട് എന്നുള്ളത്. അപ്പോൾ ആ ആക്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും ആ കമ്പനികൾക്ക് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും ആ ബാൻ മാറ്റിക്കഴിയുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഉഡാൻ പ്രോഗ്രാം എന്താണെന്ന് നമുക്കറിയാം. അതായത് റീജിയണൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതായത് കൂടുതൽ ലോക്കലായിട്ടുള്ള എയർപോർട്ട്സൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള 120 പുതിയ ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രൊജക്റ്റിൽ കൂടുതലായിട്ട് ബീഹാറിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പോലെ തോന്നി. പല പദ്ധതികളും ബീഹാറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഹാറിന് സ്പെഷ്യലായിട്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ട്,
ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ദ വെസ്റ്റേൺ കോസി കനാൽ ERM പ്രോജക്റ്റ് അതുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്വമിക്ഷ് ഫണ്ട് 2 ഡ്വെല്ലിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ട് പൈസ അനുഭവിച്ചിട്ടുണ്ട്. സ്വമിക്ഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ്, അതായത് മിഡ് ഇൻകത്തിൽ വരുന്ന ആളുകൾക്ക് ഹൗസിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഇനി ടൂറിസം ലെഡ് ഗ്രോത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ടോപ്പ് 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റ്സ് ടു ബി ഡെവലപ്ഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് സ്റ്റേറ്റിൻ്റെ പാർട്ട്ണർഷിപ്പോടുകൂടി 50 ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ വിസ ഫെസിലിറ്റീസിനുള്ള പ്രോഗ്രാം പറയുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഫോർ യൂത്തിനുള്ള പ്രോഗ്രാം പറയുന്നുണ്ട്. പെർഫോമൻസ് ലിങ്ക്ഡ് ഇനീഷ്യേറ്റീവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ മുദ്ര ലോൺസ് ഫോർ ഹോം സ്റ്റേസ്, അപ്പോൾ ഹോം സ്റ്റേസിന് വേണ്ടിയിട്ട് മുദ്ര ലോൺ അനുവദിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിളിൻ്റെ കീഴിൽ വരുന്ന അടുത്ത കുറച്ച് പ്രോഗ്രാംസ് ആണ് PM റിസർച്ച് ഫെലോഷിപ്പ്, അതായത് PM ഫെലോഷിപ്പ് കൊടുക്കുകയാണ് IIT IIScയിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട്. ഇനി ജീൻ ബാങ്ക് ഫോർ ക്രോപ്സ് ആൻഡ് ജേം പ്ലാസം, ദ സെക്കൻഡ് ജീൻ ബാങ്ക് വിത്ത് 10 lakh ജേം പ്ലാസം ലിങ്ക് ടു ബി സെറ്റ് ഇൻ ഫ്യൂച്ചർ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. അപ്പോൾ വരാൻ പോകുന്ന ടൈമിലേക്ക് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ജീൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത ഒരു മിഷനാണ് ഗ്യാൻ ഭാരതം മിഷൻ. ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുസ്ക്രിപ്റ്റ് ഒക്കെ ഇല്ലേ, ഹെറിറ്റേജ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അത് കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇനി റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ, അപ്പോൾ ഈ ഒരു സെക്ടറിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം 20,000 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രൈവറ്റ് സെക്ടർ കൂടി പറയുന്നുണ്ട്. അടുത്തതാണ് നാഷണൽ ജിയോ സ്പേഷ്യൽ മിഷൻ. അതിൽ പറയുന്നത് ടു ഡെവലപ്പ് ഫൗണ്ടേഷണൽ ജിയോ സ്പേഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡാറ്റ യൂസിങ് PM ഗതി ശക്തി, അതായത് നമ്മുടെ ലാൻഡിൻ്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കുക, ഡിജിറ്റലായിട്ട് അതിൽ എവിടെയൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് എന്നുള്ളത് നമ്മുടെ ജിയോ സ്പേഷ്യൽ ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡാറ്റ ഉണ്ടാക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്ക് പുതിയ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഈ ഒരു റെക്കോർഡ് യൂസ് ചെയ്യാൻ പറ്റും, അർബൻ പ്ലാനിങ്ങിനും ഡിസൈനിനും ഒക്കെ വേണ്ടിയിട്ട്. അടുത്തത് നമ്മുടെ 4ാമത്തെ എഞ്ചിനായ റീഫോമിൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ റീഫോം ആൻഡ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 1ാമത്തെ കാര്യമാണ് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ, എ ഫ്രെയിംവർക്ക് ടു സെർവ് ക്രെഡിറ്റ് ടു SHG മെമ്പേഴ്സ്. SHG നമുക്കറിയാം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. കേരളത്തിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക്, അപ്പോൾ അവർക്ക് അവരുടെ ചെറിയ ചെറിയ ബിസിനസ്സും അങ്ങനെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫിനാൻഷ്യലി അവരെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ കൊണ്ടുവരുന്നത്. ഇനി അടുത്തത് നാപ്ഫിഡ് ടു സെറ്റപ്പ് ഫോർ പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഫെസിലിറ്റി ഫോർ കോർപ്പറേറ്റ് ബോണ്ട്സ്. നാപ്ഫിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ്. അപ്പോൾ അവർ കോർപ്പറേറ്റ് ബോണ്ട് കൊണ്ടുവരും. അപ്പോൾ കമ്പനികളൊക്കെ അത് പർച്ചേസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭം വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റീവാംപ്ഡ് സെൻട്രൽ KYC രജിസ്ട്രി ടു ബി റോൾഡ് ഔട്ട് ഇൻ 2025. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ, നമ്മൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ചെയ്യാറില്ലേ KYC അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു റീവാമ്പ് ചെയ്യുക, സെൻട്രലായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനികളുടെ മെർജറിനുള്ള അപ്രൂവൽ ഇല്ലേ, അതൊക്കെ സ്പീഡ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മെർജർ എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതൽ ലാർജർ കമ്പനീസ് വരും, കൂടുതൽ പ്രൊഡക്ഷനും അത് നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ മെർജറിന് വരുന്ന അപ്രൂവലൊക്കെ സ്പീഡി ആക്കുന്നതിനുള്ള പ്രൊസീജിയർ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നമ്മൾ ഓർത്തിരിക്കണം. FDI ലിമിറ്റ് ഫോർ ദ ഇൻഷുറൻസ് സെക്ടർ വിൽ ബി റൈസ്ഡ് ഫ്രം 74 to 100%. FDI എന്താണെന്നറിയാം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഇൻഷുറൻസ് കമ്പനികൾക്ക് 74% FDI അനുവദിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറേ നാളായിട്ട് അവർ റിക്വയർമെൻ്റ് ആണ് അത് 100% ആക്കണമെന്ന്. അപ്പോൾ അത് 100% ആക്കാനുള്ള പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവുകയാണ്. പാർട്ട് ബി എന്ന് പറഞ്ഞു, ബജറ്റിന് 2 പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് റവന്യൂ റിലേറ്റഡും രണ്ടാമത്തത് ടാക്സേഷൻ റിലേറ്റഡും ആണ്. അപ്പോൾ പാർട്ട് ബിയിൽ പ്രധാനമായിട്ടും ടാക്സേഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേഞ്ചസ് ഇൻ ദ ഡയറക്റ്റ് ടാക്സ് ആൻഡ് പ്രപ്പോസൽ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ദ ന്യൂ ഇൻകം ടാക്സ് ബില്ല്. അപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഗവൺമെൻറ് പുതിയൊരു ഇൻകം ടാക്സ് ബില്ല് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1961 അപ്പോൾ അതിനിടയിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് ബില്ല് ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
ഇനി റെഗുലേറ്ററി റീഫോംസിൽ ഹൈ ലെവൽ കമ്മിറ്റി ഫോർ റെഗുലേറ്ററി റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി റെഗുലേറ്ററി റീഫോംസിൽ ഹൈ ലെവൽ കമ്മിറ്റി ഫോർ റെഗുലേറ്ററി റീഫോംസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെ FSDC മെക്കാനിസം. FSDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അപ്പോൾ ആ മെക്കാനിസം ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ജൻ വിശ്വാസ് ബിൽ 2.0 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ IPC CRPC ഒക്കെ മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിതയൊക്കെ കൊണ്ടുവന്നതുപോലെ തന്നെ ടാക്സിൽ വരുന്ന അതുമായി റിലേറ്റ് ചെയ്ത ക്രിമിനൽ പ്രൊസീജിയറൊക്കെ മാറ്റി ജൻ വിശ്വാസ് ബിൽ 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടു ഡീക്രിമിനലൈസ് മോർ ദാൻ 100 പൊസിഷൻസ് ഇൻ വേരിയസ് ലോ, അതായത് സാമ്പത്തിക ക്രമക്കേടുകളിൽ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഫൈനൊക്കെ അടച്ചു കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വരുന്ന ബാധ്യത തീർത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വിമുക്തമാക്കാം എന്നുള്ള രീതിയിലേക്ക് 100 കുറ്റകൃത്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് പ്രപ്പോസൽസിൽ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷണലൈസേഷൻ ഓഫ് കസ്റ്റംസ് താരിഫ് സ്ട്രക്ചർ ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ താരിഫൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വില പട്ടികയൊക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ സെക്ടർ സ്പെസിഫിക് പ്രപ്പോസൽസ് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് പ്രപ്പോസലിൽ പറയുന്നത് റേഷണലൈസേഷൻ ഓഫ് കസ്റ്റംസ് താരിഫ് സ്ട്രക്ചർ ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അത് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് അതിൻ്റെ താരിഫ് ഒന്ന് കൃത്യമായ രീതിയിൽ വിവരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി ഗവൺമെൻറ് പറയുന്നുണ്ട്. പിന്നെ ഇനി വില കുറയുന്ന സംഭവങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന LCD LED TV, അതുപോലെ തന്നെ ലൂംസ് ഫോർ ടെക്സ്റ്റൈൽസ്, ക്യാപിറ്റൽ ഗുഡ് ഫോർ ലിഥിയം അയൺ ബാറ്ററി, മൊബൈൽ ഫോൺസ് ആൻഡ് EVs, ഇലക്ട്രിക് വെഹിക്കിൾ, അതിനൊക്കെ ഇതിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി പ്രൊമോഷൻ ഓഫ് MRO പറയുന്നുണ്ട്. MRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മളൊരു കമ്പനി റൺ ചെയ്യുമ്പോൾ മെയിൻ്റനൻസും റിപ്പയർ ഓപ്പറേഷൻസും ഒക്കെ ഒരു 10 വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഷിപ്പ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓഫ് റെയിൽവേ ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടഡ് ഫോർ റിപ്പയർസ്, അതിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഫോർ ഫ്രീ ഇൻപുട്ട് ഓഫ് ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ലെതർ സെക്ടേഴ്സ്. അതായത് നമ്മുടെ ഇവിടുത്തെ കരകൗശല മേഖലയിലുള്ള തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഡ്യൂട്ടി ഫ്രീ എക്സ്പോർട്ടിനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇനി വില കുറയുന്ന കുറച്ച് സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. 36 ലൈഫ് സേവിങ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ എക്സംപ്റ്റഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി ഗവൺമെൻറ് എടുത്ത് മാറ്റുകയാണ്. ഇനി 6 മെഡിസിൻസ് ഇൻ 5% ഡ്യൂട്ടി ലിസ്റ്റാണ്. 6 എണ്ണത്തിന് 5% ഡ്യൂട്ടി ലിസ്റ്റാണ്. അതുപോലെ 37 വേറെ മെഡിസിൻസും 13 ന്യൂ പേഷ്യൻ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമും, അത് മരുന്ന് കമ്പനികളുടെ രോഗി സഹായ പരിപാടികൾക്കുള്ള കീഴിലുള്ള മരുന്നുകളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സിറ്റിസൺസിനെ സംബന്ധിച്ചിട്ട് ഡയറക്റ്റ് ടാക്സിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പേഴ്സണൽ ഇൻകം ടാക്സ് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകണ്ട എന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ശമ്പളക്കാരാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്ത് 12.75 ലക്ഷം രൂപയ്ക്ക് വരെ നികുതിയില്ല. ഇനി വരുമാനം 12 ലക്ഷത്തിൽ അല്പം മുകളിലാണെങ്കിലും മാർജിനൽ റിലീഫ് ഉള്ളതിനാൽ അത് വലിയ ബാധ്യതയാകുന്നില്ല. അതുപോലെ പുതിയ സ്കീമിലെ നികുതി സ്ലാബുകൾ 6 നിന്ന് 7 ആക്കി. പഴയ സ്കീമിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 30% നികുതി 20 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർക്ക് മാത്രമാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ലാബിൽ. അതുപോലെ റേഷണലൈസേഷൻ ഓഫ് TDS TCS ഫോർ റേസിംഗ് ഡിഫിക്കൽട്ടീസ് ആണ്. നമ്മുടെ TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ ലിമിറ്റ്, അത് സീനിയർ സിറ്റിസൺസിന് ഉണ്ട്. ടാക്സിൽ കുറച്ച് അവർക്ക് കുറവ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റ് 50,000 നിന്നിട്ട് 1 ലക്ഷമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആനുവൽ ലിമിറ്റ് എന്ന് പറയുന്നത് 2.4 ലക്ഷത്തിൽ നിന്നിട്ട് 6 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ടു ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺസ്, അതായത് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്നതിനുള്ള ടൈം ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസിങ് കംപ്ലയിൻസ് ബേർഡൻ, അതായത് റെഡ്യൂസ്ഡ് കംപ്ലയിൻസ് ഫോർ സ്മോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അവരുടെ പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ 5 വർഷത്തിൽ നിന്ന് 10 വർഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ടാക്സിൽ വില കൂടുന്ന സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് വെയർ തുണിത്തരങ്ങൾ, പ്രിൻറ്റഡ് ഫാബ്രിക്സ്, പിന്നെ ഈ ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ചെരുപ്പ്, PVC ഫ്ലെക്സ് ഫിലിം, ഫ്ലെക്സ് ഷീറ്റ്, ഫ്ലെക്സ് ബാനർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളുടെ വില കൂടുന്നതായിട്ടും നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഏകദേശം എസ്റ്റിമേറ്റഡ് റവന്യൂ എവിടെ നോക്കിയാണ് കിട്ടുന്നതെന്നാണ്. അതിൽ ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോറോവിങ്ങും അതർ ലയബിലിറ്റീസിലാണ് നമുക്ക് കിട്ടുന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഹയർ വരുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ് ഒരു 22% കിട്ടുന്നത്. അത് കഴിഞ്ഞൊരു 18% GST ആൻഡ് അതർ ടാക്സസ്, പിന്നെ 17% കോർപ്പറേഷൻ ടാക്സ്, പിന്നെ ബാക്കി വരുന്നതൊക്കെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ്, നോൺ ടാക്സ് റെസീപ്റ്റ്, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്, കസ്റ്റംസ്, ബാക്കി ഉള്ള പെർസെൻറ്റേജൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വരുമാനം വരുന്നത്. ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് എപ്പോഴും കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബോറോ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വരുമാനം നമ്മൾ മാറ്റി വയ്ക്കുന്നത്. പക്ഷേ ഇത്തവണ സ്റ്റേറ്റിൻ്റെ ഷെയർ കൂട്ടിയിട്ടുണ്ട്, അത് 22% ആക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20% വരുന്നത്. പിന്നെ ഫിനാൻസ് കമ്മീഷനും ഡിഫൻസ് കമ്മീഷനും ഇത്തവണ 8% ആണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേഡ് സ്കീമിന് 8%, അതർ എക്സ്പെൻഡിച്ചറിന് 8% വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീം എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ ഔട്ട്ലേ ആൻഡ് ഡിഫൻസ് ആൻഡ് സബ്സിഡി അതിൽ 16% വരുന്നുണ്ട്. പെൻഷൻ ഒരു 4% വരുന്നുണ്ട്. പിന്നെ മേജർ സബ്സിഡീസിൽ ഒരു 6% വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത്തവണ ഗവൺമെൻറ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡെഫിസിറ്റ്, ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് കൊണ്ടുവരും. ഡെഫിസിറ്റ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസം, ഗവൺമെൻറ്റിൻ്റെ ഇൻകമും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇത്ര പെർസെൻറ്റേജിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഗവൺമെൻറ് എന്തായാലും ഇത്തവണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു FRBM ആക്ട് ഉണ്ട് 2003, അത് ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ബജറ്ററി മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ഓഫ് GDPയും റവന്യൂ ഡെഫിസിറ്റ് 0% ആക്കണം എന്നാണ്. പക്ഷേ നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ മാക്സിമം ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെഫിസിറ്റിൽ വരുന്ന വ്യത്യാസം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം അത് സാധ്യമാവും നമുക്കറിയില്ല, എന്നാലും അവർ ഇത്രയൊക്കെ ആണ് ആ ഒരു ലിമിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓരോ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന എക്സ്പെൻസസ് എത്രയാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2025 യൂണിയൻ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്